A+ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനമായും നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. കെട്ടിടമുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം നികുതികളുണ്ട്, അതിൽ പ്രധാനപ്പെട്ട ഒരു നികുതിയെക്കുറിച്ച് ഇന്ന് വിവരിക്കും. അടുത്ത നികുതികളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ വിവരിക്കും. എല്ലാം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ വീട് വെച്ചാൽ നമുക്ക് എന്തെല്ലാം നികുതി അടയ്ക്കണം. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മൾക്ക് അടയ്ക്കാനുള്ളത് പ്രോപ്പർട്ടി ടാക്സാണ്. അത് ശരിക്കും ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് തുടങ്ങിയ ലോക്കൽ ബോഡികളിൽ ഈ 3 സ്ഥാപനങ്ങളെ ആണ് തദ്ദേശ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ വീടായാലും കെട്ടിടമായാലും അതിനുവേണ്ടി അടയ്ക്കുന്ന നികുതിയെ പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് പറയുന്നത്, ബിൽഡിംഗ് ടാക്സ് എന്നല്ല. ബിൽഡിംഗ് ടാക്സ് നമ്മൾ അടയ്ക്കുന്നത് താലൂക്ക് റവന്യൂ വിഭാഗത്തിലാണ്. അവർ ഈടാക്കുന്ന 2 നികുതികളുണ്ട്. ഒന്ന് ബിൽഡിംഗ് ടാക്സ്, കെട്ടിട നികുതി. ഒറ്റ തവണയായി ഈടാക്കുന്ന നികുതിയാണ് കെട്ടിട നികുതി. അത് റവന്യൂ വിഭാഗം ഈടാക്കുന്നതാണ്. ഒരു കെട്ടിടം പൂർത്തിയായി കഴിഞ്ഞാൽ അതിന് നമ്മൾ അവിടെ ഒറ്റത്തവണയായി ഒരേ ഒരു പ്രാവശ്യം അടയ്ക്കണം. അതാണ് കെട്ടിട നികുതി. തദ്ദേശ സ്ഥാപനങ്ങളിൽ അടയ്ക്കുന്ന കെട്ടിട നികുതിയെ വസ്തുനികുതി അഥവാ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറയും. ഇത് നമുക്ക് ശരിക്കും ഓരോ വർഷവും അടയ്ക്കാനുള്ളതാണ്. അത് ഓരോ 6 മാസം കൂടുമ്പോഴും ഓരോ ഹാഫ് ഇയർ ടാക്സ് ആയിട്ടാണ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. ഒരുമിച്ച് അടച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമുക്ക് അടയ്ക്കുകയും ചെയ്യും. ടാക്സ് എന്ന് പറഞ്ഞാൽ കെട്ടിട നികുതി എന്ന് മലയാളത്തിൽ പറയും. ഇത് ഒറ്റ പ്രാവശ്യമായിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത്. കെട്ടിട നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അസസ് ചെയ്ത് അതിന് നമ്മൾ നികുതി അടയ്ക്കണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ളത്, ഈ ലോക്കൽ ബോഡികൾ അസസ് ചെയ്യുന്ന പ്ലിന്ത് ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഇവർ സ്ഥലപരിശോധന നടത്താതെ തന്നെ ടാക്സ് ചുമത്താം എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. ഇത് സംബന്ധിച്ച് നമ്മൾ എത്ര നികുതി അടയ്ക്കണം, ബിൽഡിംഗ് ടാക്സിന് നമ്മൾ അടയ്ക്കേണ്ട നികുതി എത്രയാണ്? ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഒറ്റത്തവണ പ്രാവശ്യമായിട്ട് നമ്മൾ റവന്യൂ വിഭാഗമായ വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ കൊടുക്കുന്ന നികുതിയുടെ പേരാണ് ബിൽഡിംഗ് ടാക്സ് അഥവാ കെട്ടിട നികുതി. ഇതിനെ നിങ്ങൾ തദ്ദേശ സ്ഥാപന നികുതിയുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അതിനെ പറയുന്നത് പ്രോപ്പർട്ടി ടാക്സ് എന്നാണ്, വസ്തുനികുതി എന്നാണ്. കെട്ടിടത്തിനാണ് അടയ്ക്കുന്നതെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെ വസ്തുനികുതി അഥവാ പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ പറയുന്നത്. റവന്യൂ വിഭാഗത്തിൽ അടയ്ക്കുന്നതാണ് ബിൽഡിംഗ് ടാക്സ്, കെട്ടിട നികുതി. ഇനി ആ നികുതി നിരക്ക് നമുക്കൊന്ന് നോക്കാം. ആദ്യം നിങ്ങൾ സ്ക്വയർ മീറ്റർ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്, നിങ്ങളത് ശ്രദ്ധിക്കണം. കെട്ടിട നികുതി അടയ്ക്കുമ്പോൾ ഏതെല്ലാം വീടുകളെ കെട്ടിട നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്? ആദ്യം അറിയേണ്ടത് 100 സ്ക്വയർ മീറ്റർ വരെ, ഞാൻ എടുത്തു പറയുന്നു, സ്ക്വയർ ഫീറ്റ് അല്ല, സ്ക്വയർ മീറ്റർ. 100 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്ക് ഈ കെട്ടിട നികുതി അടയ്ക്കേണ്ടതില്ല റവന്യൂ. എന്നാൽ മറ്റ് കെട്ടിടങ്ങൾ 50 സ്ക്വയർ മീറ്റർ വരെ ഉള്ളതിന് നമ്മൾ കെട്ടിട നികുതി അടയ്ക്കേണ്ടതില്ല. അടുത്ത ഷെഡ്യൂൾ നമുക്ക് നോക്കാം. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ, താമസ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കെട്ടിടമാണ്, വീട് ആണെങ്കിൽ അത് 100 സ്ക്വയർ മീറ്റർ മുതൽ 150 സ്ക്വയർ മീറ്റർ വരെയാണെങ്കിൽ പഞ്ചായത്തിൽ 1950 രൂപ അടയ്ക്കണം. ഇനി മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഇതേ സ്ക്വയർ മീറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ 3500 രൂപ അടയ്ക്കണം. കോർപ്പറേഷൻ ആണെങ്കിൽ ഇത് 5200 രൂപ വരെയാണ്. ഇനി അടുത്ത സ്ക്വയർ മീറ്റർ നമുക്ക് നോക്കാം. 150 സ്ക്വയർ മീറ്റർ മുതൽ 200 സ്ക്വയർ മീറ്റർ വരെ ഉള്ള താമസ സൗകര്യമുള്ള, താമസിക്കാൻ ഉപയോഗിക്കുന്ന വീടുകൾക്ക് പഞ്ചായത്തിലാണെങ്കിൽ 3900 രൂപ അടയ്ക്കണം. മുനിസിപ്പാലിറ്റിയിൽ 7000 രൂപ അടയ്ക്കണം. കോർപ്പറേഷൻ ആണെങ്കിലോ 10500 രൂപയും അടയ്ക്കണം. 200 സ്ക്വയർ മീറ്റർ മുതൽ 250 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്കാണെങ്കിൽ പഞ്ചായത്തിൽ 7800 രൂപ അടയ്ക്കണം. മുനിസിപ്പാലിറ്റിയിൽ 14000 രൂപ അടയ്ക്കണം. കോർപ്പറേഷനിൽ 21000 രൂപയും അടയ്ക്കണം. 250 സ്ക്വയർ മീറ്ററിന് മുകളിൽ ആണെങ്കിൽ ഈ നിലവിൽ ഉള്ള നിരക്ക് ഞാൻ പറഞ്ഞ നേരത്തെ 21000 രൂപ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിൽ 14000വും പഞ്ചായത്തിൽ 7800 അടയ്ക്കേണ്ടത്. 250 വരെ സ്ക്വയർ മീറ്റർ വരെ. അതിനു മുകളിലുള്ള ഓരോ സ്ക്വയർ മീറ്ററിനും പഞ്ചായത്തിലാണെങ്കിൽ 1560 രൂപ അധികമായി ഓരോ സ്ക്വയർ മീറ്ററിനും അടയ്ക്കണം. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 3100 രൂപ അടയ്ക്കണം. കോർപ്പറേഷനിൽ 3900 രൂപയും അടയ്ക്കണം.
അപ്പോൾ നേരത്തെ പറഞ്ഞ അതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അതുവരെയുള്ള ആ നികുതിയും എക്സ്ട്രാ ആയിട്ട് വരുന്ന ഓരോ സ്ക്വയർ മീറ്ററിന് ഞാൻ ഈ പറഞ്ഞ നിരക്കിലും അടയ്ക്കണം. ഇനി മറ്റ് ബിൽഡിങ്ങുകളുടെ കാര്യം നോക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞത് താമസത്തിന് ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ, അതായത് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബിൽഡിംഗ്, അതർ കൊമേഴ്ഷ്യൽ തരത്തിൽ വീട് താമസിക്കുന്നതിനൊഴികെയുള്ള ഏത് തരം കെട്ടിടത്തിന് ആണെങ്കിലും പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ നോക്കാം. അവിടെ 50 സ്ക്വയർ മീറ്റർ മുതൽ 75 സ്ക്വയർ മീറ്റർ വരെ, 50 സ്ക്വയർ മീറ്റർ മുതൽ 75 സ്ക്വയർ മീറ്റർ വരെ ഉള്ള അതർ ബിൽഡിങ്സിന് പഞ്ചായത്തിൽ 1950 രൂപയും മുനിസിപ്പാലിറ്റിയിൽ 3900 രൂപയും കോർപ്പറേഷനിൽ 7800 രൂപയും അടയ്ക്കണം. 75 സ്ക്വയർ മീറ്റർ മുതൽ 100 സ്ക്വയർ മീറ്റർ വരെയുള്ള അതർ ബിൽഡിങ്സ്, താമസത്തിന് അല്ലാതെയുള്ള കെട്ടിടങ്ങൾക്ക് 2925 രൂപ പഞ്ചായത്തിലും 5800 രൂപ മുനിസിപ്പാലിറ്റിയിലും 11700 രൂപ കോർപ്പറേഷനിലും അടയ്ക്കണം. അടുത്ത സ്ലാബ് നോക്കാം. 100 സ്ക്വയർ മീറ്റർ മുതൽ 150 സ്ക്വയർ മീറ്റർ വരെ ഉള്ളതാണെങ്കിൽ പഞ്ചായത്തിൽ 5850 രൂപ അടയ്ക്കണം, മുനിസിപ്പാലിറ്റിയിൽ 11700 രൂപ അടയ്ക്കണം, കോർപ്പറേഷനിൽ 23400 രൂപയും അടയ്ക്കണം. അടുത്ത സ്ലാബ് 150 സ്ക്വയർ മീറ്റർ മുതൽ 200 സ്ക്വയർ മീറ്റർ വരെ ആണെങ്കിൽ പഞ്ചായത്തിൽ 11000 രൂപ, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 23400 രൂപ, കോർപ്പറേഷനാണെങ്കിൽ 46800 രൂപയും നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. 200 സ്ക്വയർ മീറ്റർ മുതൽ 250 സ്ക്വയർ മീറ്റർ വരെയുള്ള വിസ്തീർണമുള്ള അതർ ടൈപ്പ് ബിൽഡിങ്സിലാണെങ്കിൽ പഞ്ചായത്തിൽ 23400 രൂപയും മുനിസിപ്പാലിറ്റിയിൽ 46800 രൂപയും കോർപ്പറേഷനിൽ 70200 രൂപയും നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. 250 സ്ക്വയർ മീറ്റർ മുതൽ കൂടുതലായി വരുന്ന ബിൽഡിങ്ങിലാണെങ്കിൽ അതുവരെയുള്ള നികുതി ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുമുള്ള നികുതികൾ അടയ്ക്കുന്നതോടൊപ്പം അഡീഷണലായി ഇതിൻ്റെ ഓരോ 10 മീറ്റർ സ്ക്വയറിനും പഞ്ചായത്തിൽ 2340 രൂപയും മുനിസിപ്പാലിറ്റിയിൽ 4600 രൂപയും കോർപ്പറേഷനിൽ 5800 രൂപയും നമ്മൾ അടയ്ക്കണം. ഇല്ല എങ്കിൽ സാധാരണ നിലയിൽ നിങ്ങൾക്ക് നോട്ടീസ് വരും. തുടർന്ന് അതിന് അടച്ചില്ല എങ്കിൽ റിക്കവറിയാണ് വരുന്നത്. റവന്യൂ ആക്ട് പ്രകാരമുള്ള റിക്കവറി നോട്ടീസ് വരികയും ചെയ്യും. നിങ്ങളുടെ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. എൻ്റെ സമയം അനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും മറുപടി ഇടുന്നതാണ്. കൂടുതൽ നിയമപരമായ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ജോയിൻ ചെയ്താൽ വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഞാനുമായി ഇൻറ്ററാക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ജോയിൻ എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ യൂട്യൂബ് തന്നെ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു പാർട്ടാണത്. ജോയിൻ എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ടാകും. അതിൽ നിങ്ങൾ വിരലമർത്തിയാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മറുപടി ഞാൻ നൽകുന്നതുമാണ്.